നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 379 379. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാം അധ്യായം ശ്ലോകം 38 മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 38. സാ തൽപും സവനം രാജ്ഞി പ്രാശ്യ വൈപത്യുരാദധേ ഗർഭം കാലകുപാവൃത്തെ കുമാരം സുഷുവേയ പ്രജാ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, പ്രസവിക്കാതിരുന്ന ആ രാജ്ഞി പുമാനെ പ്രസവിക്കുന്നതിന് കാരണമായിരിക്കുന്ന എന്താണോ അതിനെ സന്തോഷപൂർവം ഭക്ഷിച്ചിട്ട്, അതായത് മരുന്നാവാം, ഹോമത്തിൽ നിന്ന് കിട്ടിയതാവാം, അല്ലേ, അങ്ങനെ സന്തോഷപൂർവം ഭക്ഷിച്ചിട്ട് ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചു. കാലം പ്രാപിച്ചപ്പോൾ പുത്രനെ പ്രസവിച്ചു. അപ്പോൾ ഒക്കെ ഒരു ഈശ്വരീയമായ ഗുണഗണങ്ങളാണ്. ജനിക്കുക, മരിക്കുക, വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാവുക, കുട്ടികൾ പ്രാപ്തിയുള്ളവരായി തീരുക, അച്ഛനമ്മമാരെ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഈശ്വരീയതയാണ്. അതിൻ്റെ അഗെയിൻസ്റ്റായിട്ടുള്ളതൊക്കെ രാക്ഷസീയതി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഇതുവരെ പ്രസവിക്കാതിരുന്ന ആ രാജ്ഞി സന്തോഷത്തോടുകൂടെ പുരുഷ സന്താനം ലഭിപ്പാൻ കാരണമായിരിക്കുന്ന ആ പായസം ഭുജിച്ചു. കാലതാമസം കൂടാതെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചു. പ്രസവ സമയമെടുത്തപ്പോൾ പുത്രനെ പ്രസവിച്ചു. 39-ാമത്തെ ശ്ലോകം. സ ബാലയേവ പുരുഷോ മാതാം മഹമനുവ്രത അധർമാംശോദ്ഭവം മൃത്യും തേനാഭവത ധാർമ്മികാം. എന്താ, കുറച്ച് കടുപ്പല്ല, നെഗറ്റീവ് അർത്ഥമാണ് ഈ ശ്ലോകത്തിൻ്റെ. അതെങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പുരുഷൻ പുരുഷൻ ബാലനായിട്ട് തന്നെ, അതായത് ബാലനായിരിക്കുമ്പോൾ തന്നെ അധർമ്മത്തിൻ്റെ അംശത്തിൽ നിന്ന് ഉത്ഭവിച്ചതോടുകൂടിയ അമ്മയുടെ അച്ഛനായ മൃത്യുവിനെ അനുസരിച്ചവനായി, അതുകൊണ്ട് ധാർമ്മികനല്ലാത്തവരായിട്ട് ഭവിച്ചു. നോക്കൂ, എൻ്റെ വായയിലെ ഗുളികളുണ്ടോ തോന്നും ചിലപ്പോൾ എനിക്ക്. നല്ലതിന് കേട്ടോ, ചീത്തയ്ക്കല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ശ്ലോകങ്ങളൊന്നും ബൈഹാർട്ടല്ല. ഞാൻ ബൈഹാർട്ടൊന്നും പഠിച്ചിട്ടില്ല. എനിക്കൊരു ശ്ലോകം ബൈഹാർട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഈശ്വരൻ ചിലത് തോന്നിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു 1-2 വാക്കുകൾ എനിക്കറിയാം. അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതന്നെ എക്സാക്റ്റ്, അതന്നെ ഈശ്വരീയതയാവും. അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ രാക്ഷസീയതയാവും എന്ന് പറഞ്ഞു. എന്നോട് പറയിപ്പിച്ചു ഭഗവാൻ. അതാണ് എൻ്റെ ആനന്ദം. എനിക്ക് 10 ഉറുപ്പ്യ ചിലവില്ലാണ്ട് ഞാൻ എപ്പോഴും പരമാനന്ദത്തിലിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? അപ്രകാരം ജനിച്ച പുത്രൻ ബാല്യത്തിൽ തന്നെ അമ്മയുടെ പിതാവായ മൃത്യുവിൻ്റെ ഗുണം തികഞ്ഞവനായി കാണപ്പെട്ടു. അംഗരാജാവിൻ്റെ പൂർവജന്മകൃതമായ അധർമ്മത്തിൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനായതിനാൽ അധർമ്മമാർഗത്തിൽ തന്നെ അവൻ്റെ വാസന പ്രവേശിച്ചു. ഇവിടെ വാട്ട് വി ആർ ടേക്കിംഗ് എവേ ഫ്രം ദിസ് പ്രസൻറ്റ് ജന്മ, വാട്ട് വി ആർ ബ്രിങ്ങിങ് വിത്ത് അസ് ഇൻ ദി പ്രസൻറ്റ് ജന്മ. കഴിഞ്ഞ ജന്മത്തെ എന്താണ് പറയുക, അസറ്റ്
പ്ലസ് മൈനസ് പാപപുണ്യങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ അധർമ്മമാർഗത്തിൽ ജീവിക്കാനാണ് ഞാൻ കൊടുത്തു വെച്ചിരുന്നതെന്ന് വിചാരിച്ചാൽ അതിനെ അന്യതാകരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഒരു ദേവനും സാധിക്കില്ല, ഒരു ദേവിക്കും സാധിക്കില്ല. കാരണം ഈ ദേവീ ദേവന്മാർ നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വേലത്തരം മുഴുവൻ മൈന്യൂട്ടായിട്ട് ഒരു കാലത്ത് നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയില്ല എന്ന് നടിച്ചാലും ഈശ്വരൻ്റെ കയ്യിലൊക്കെ ഉണ്ട്, ഫുൾ ഡാറ്റ ഉണ്ട്. അപ്പോൾ അടുത്ത ശ്ലോകം 40. സ ശരാസനം ഉദ്ദമ്യ മൃഗയോർവനഗോചര ഹന്ത്യ സാധുർമൃഗാന്തീനാൻ വേനോ അസാവിതൃരൗജന. ദുഷ്ടനായ അവൻ ശരാസനം, അതായത് വില്ല് കുലച്ച് വില്ലിനെ ഉയർത്തിയിട്ട് നായാട്ടിൽ തൽപരനായിട്ട് വനത്തെ ആശ്രയിച്ചവനായിട്ട് സാധുമൃഗങ്ങളെ ഹനിക്കുന്നു. സാധുമൃഗങ്ങളെ ഒരു മതാനേനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കലിതുള്ളി വരുന്ന സിംഹം, നരി, ചീറ്റ, സാധുമൃഗങ്ങൾ, വല്ല മൊയലിനെ, മാനിനെ. അപ്പോൾ ഇതാ വേനൻ എന്ന് നിലവിളിച്ചു. ആരെ? ജനങ്ങൾ. നല്ല കാര്യം ചെയ്യുന്നവരെ പ്രകീർത്തിക്കും അല്ലേ? ഇതങ്ങനെയല്ല, ഇത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. അപ്പോൾ പറയണു, അതിൻ്റെ ഭാവാർത്ഥം പറയണു, അവൻ്റെ അധർമ്മ പ്രവൃത്തിയെ വിവരിക്കണു. പക്ഷിമൃഗാദികളെ നായാട്ടു ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്പും വില്ലും ധരിച്ച് വനത്തിൽ പ്രവേശിച്ച് മാൻ മുതലായ സാധുമൃഗങ്ങളെ കൊല്ലുക എന്നത് സ്വഭാവമായിരുന്നു. അവനെ കാണുന്ന ജനം ഭയത്തോടുകൂടെ ഇതാ വേനൻ വരുന്നുവെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടും. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും. കാരണം ദുഷ്ടന്മാർക്ക് ഇന്നതെ ചെയ്യാവൂ, എപ്പോഴേ ചെയ്യാവൂ എന്നൊന്നുമില്ല. അപ്പോൾ അടുത്ത ശ്ലോകം 41. ആക്രീഡേ ക്രീഡതോ ബാലാൻ വയസ്യാൻ അതിദാരുണ പ്രസഹ്യ നിരനുക്രോശ പശുമാരം പശുമാരം അമാരയത്. അതായത് ദയാഹീനനാണ് ആരെ? വേനൻ. ഏറ്റവും കഠിനഹൃദയനുമായ അവൻ ക്രീഡാസ്ഥാനത്തിൽ ക്രീഡിക്കുന്ന സമവയസ്സുള്ള ബാലന്മാരെ ബലാത്കാരേണ മൃഗങ്ങളെ ഹിംസിക്കുന്ന വിധം ഹിംസിച്ചു. അവരവരുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ സ്ഥിതി എന്താ? അതാണ് ഈ നെഗറ്റിവിറ്റി ഉള്ളവരടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ദയലേശവും ഇല്ലാത്ത കഠിനഹൃദയനായ വേനൻ ഉദ്യാനം മുതലായ ക്രീഡാസ്ഥാനങ്ങളിൽ ഒത്തുചേർന്ന് കളിക്കുന്ന സമപ്രായന്മാരായ കുട്ടികളെ ബലാത്കാരേണ പിടിച്ച മൃഗങ്ങളെ എന്ന പോലെ ഹിംസിച്ചു വന്നു. അപ്പോൾ പിന്നെ അടുത്ത ജന്മം ഉറപ്പായി ഇല്ലേ? ബലാത്കാരേണ. ഈ ബലാത്കാരേണ അവിടെയും പ്രസക്തി ഉണ്ട്. അപ്പോൾ 42-ാമത്തെ ശ്ലോകം. തം വിദക്ഷ്യഘലം പുത്രം ശാസനേർ വിവിധൈർ നൃപ യഥാ ന ശാസിതം കൽപ്പോ ഭൃശം ആസേൽ സുധർമ്മനാം. രാജാവ് ആ പുത്രനെ ദുഷ്ടനായിരിക്കുന്നുവെന്ന് കണ്ടിട്ട് പലവിധങ്ങളായ ശാസനകൾ കൊണ്ട്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെയധികം ശ്രമിച്ചു നോക്കി ഇയാളെന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, നടന്നില്ല എന്നാണ് പറഞ്ഞത്. ശാസിപ്പാനായിക്കൊണ്ട് എപ്പോൾ സമർത്ഥനായി ഭവിച്ചില്ല. കാരണം അങ്ങനെയാണ്, ദുഷ്ടത്തരം കൂടിയാൽ സന്മനസ്സുള്ളവർക്ക് ദുഷ്ടനെ നേരാക്കാൻ പറ്റില്ല. അപ്പോൾ ഭവിച്ചില്ലയോ, സമർത്ഥനായി ഭവിച്ചില്ലയോ, അപ്പോൾ ഏറ്റവും ദുഃഖിച്ച മനസ്സോടു കൂടിയവനായിട്ട് ഭവിച്ചു. അങ്ങനെയാണല്ലോ മക്കളെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പരാജയപ്പെട്ടാൽ ആ അച്ഛനമ്മമാരുടെ മാനസിക നില. ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ മക്കളെ എന്നോട് എങ്ങനെ പെരുമാറണം. അതൊരു ഈശ്വര കടാക്ഷമാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഫീൽഡിൻ്റെ ഒരു മഹത്വമാണത്. ഞാൻ എന്താ പറയുക,
നിഷ്കാമനായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണങ്ങൾ എൻ്റെ മക്കളെ കൊണ്ട് ഭഗവാൻ എനിക്ക് നല്ലത് അനുഭവിച്ച് തരിക ചെയ്യുന്നത് നിഷ്കാമ കർമ്മം. അപ്പോൾ അതങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഭഗവാനെ എങ്ങനെയാണ് ഭഗവാനിൽ എങ്ങനെയാണ് അടിയറ വയ്ക്കേണ്ടത്, എങ്ങനെയാണ് അടിയറ പറയേണ്ടത്, അതിനുള്ള ത്വരിതയാണ് എന്നെ ഈ ഭാഗവതത്തിൽ എത്തിച്ചത്. അതറിഞ്ഞിട്ടാണ് ഭഗവാൻ എനിക്ക് വേണ്ട സമയത്ത് ഒരു ഗുരുനാഥനെ കൊണ്ട് തന്നത്. അപ്പോൾ പറയുന്നു, സ്വപുത്രൻ പ്രാണികളെ ഉപദ്രവിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അറിഞ്ഞ രാജാവ് പലവിധത്തിൽ ശാസിച്ചിട്ടും സന്മാർഗത്തിലാക്കുവാൻ സാധിക്കുന്നതല്ലെന്ന വിശ്വാസം വന്നപ്പോൾ നന്നെ പരിതപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 3, 2, 5, 43, 44, 45, 46, 47 5 ശ്ലോകങ്ങളൊപ്പം പോവും ഈ അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. പ്രായേണ അഭ്യർച്ചിതോ ദേവോ യേ അപ്രജാഗൃഹമേധിന കഥപത്യഭൃതം ദുഃഖം യേന വിന്ദന്തി ദുർഭരം യദപാപീയസി കീർത്തിർ അധർമ്മശ്ച മഹാനൃണാം യതോ വിരോധ സർവേഷാം യദ ആദിരനന്തകാം കസ്തം പ്രജാപദേശം വൈ മോഹബന്ധനമാത്മന പണ്ഡിതോ ബഹുമന്യേതാ യഥർത്ഥാ ക്ലേശദാഗൃഹ കഥപത്യം വരം മന്യേ സദപത്യാശുചാം പദാത് നിർവിദ്യേത ഗൃഹാന്മർത്യോ യത് ക്ലേശം ഇവാഹ ഗൃഹാം. 47ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്, നോക്കണം. ഏവം നിർവിണ്ണമന നൃപാഗ്രഹാന്നീഷീധ ഉദ്ധായ മഹോദയോദയാത് അലബ്ധനിദ്രോ അനുപലക്ഷിതോ നൃഭിർഹിത്വാ ഗതോ വേന സുവം പ്രസുപ്താം. ഇങ്ങനെയാണ് 5 ശ്ലോകങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി വാക്കാർത്ഥം പറയുന്നുണ്ട്. എങ്ങനെ? ഏതൊരു ഗൃഹസ്ഥാശ്രമികൾ സന്താനമില്ലാത്തവരോ മിക്കതും ഈശ്വരൻ ഏറ്റവും പൂജിക്കപ്പെട്ടവൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് വിഷ്ണു പുരാണത്തിൽ ഇത് ഉണ്ടെന്ന് ഞാൻ പറയണ്ടായി. ആരാണ് വിഷ്ണു പൂജ ധാരാളം ചെയ്തില്ല, അവർക്ക് കുട്ടികളുണ്ടാവില്ല. നമ്മൾ അവരെ മച്ചുകൾ ആന ചേന എന്ന് പറഞ്ഞാൽ അപഹസിക്കും. അപ്പം നമുക്ക് പാവമായി. അപ്പോൾ ഇവിടെ ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഓർമ്മയില്ല, ഇതിലല്ല ഓർമ്മ. ഇത് പ്രോസ അല്ലല്ലോ, ഇത് പദ്യമാണ്. അപ്പോൾ ഇത് അന്വയിച്ച് പറയുമ്പോൾ മാത്രമേ എനിക്കറിയുള്ളൂ. മറ്റത് പ്രോസ് വായിച്ചാൽ ഉടനെ മാർക്ക് ചെയ്താൽ അത് മനസ്സിൽ കിടക്കും. എന്നാൽ ഇതൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ? യജ്ഞവേദിയിൽ പറയണം. കാരണം എന്താ വിചാരിച്ചാൽ ഈ കുട്ടികളില്ലാതെ കൊണ്ടിരിക്കുക എന്നുള്ളത് വലിയ ഒരു പാപമല്ല, പുണ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈശ്വരൻ ഏറ്റവും പൂജിക്കപ്പെട്ടവൻ. യാതൊരുത്തർ കുൽസിത സന്താനങ്ങൾ അവർക്ക് കുൽസിത സന്താനങ്ങൾ നിമിത്തമുള്ള കഠിന ദുഃഖത്തെ പ്രാപിക്കുന്നില്ല. ഈ ഉണ്ടായ കുട്ടികളൊക്കെ നല്ലവരാവുന്ന എല്ലാവർക്കും പറയാൻ പറ്റുമോ? ഇല്ല. റിട്ടയേർഡ് മാഷും ടീച്ചറുമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉറങ്ങാൻ സമ്മതിക്കാതെ കൊണ്ട് വാടക വീട്ടിൽ അവരുടെ പെൻഷൻ വരുന്നത് ഒപ്പിട്ട് വാങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് നിത്യനിവൃത്തിക്ക് വേണ്ടത് മാത്രം വല്ല റേഷനും വാങ്ങി കൊടുക്കുക, പട്ടിണി കിടക്കാണ്ടിരിക്കാൻ. കാരണം അവർ ചത്തു പോയാൽ പെൻഷൻ കിട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആഖ്യാനം പഠിക്കണം എന്ന് പറയാൻ കാരണം അർത്ഥതലങ്ങൾ അറിയണം നമുക്ക്. ആ അർത്ഥതലങ്ങളിലാണ് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാവാത്തത് വിഷ്ണു പൂജ ചെയ്തിട്ടുള്ളവർക്കാണ്. അവർക്ക് ദുഃഖത്തെ പ്രാപിക്കുന്നില്ല. നമുക്കാണ് ദുഃഖം, അവർക്ക് കുട്ടികളില്ല എന്ന്. നമ്മൾ ഇപ്പോൾ ശ്രീരാമൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, ദശരഥ മഹാരാജാവിൻ്റെ കാര്യം ആലോചിക്കുക. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. പിന്നെ പുത്രനെ കാമിച്ച് ചെയ്യുന്ന ഇഷ്ടിയാഗം, അതന്നെയാണ് പുത്രകാമ്യ ഇഷ്ടിയാഗം എന്ന് പറഞ്ഞത്. അതിലെ പായസം കഴിച്ചിട്ടാണ് കുട്ടികളുണ്ടായത്. എന്നിട്ട് നല്ല ബലവീര്യ പരാക്രമങ്ങളുള്ള സാക്ഷാൽ ശ്രീമൻ നാരായണൻ്റെ അവതാരമാണ് ശ്രീരാമൻ. എന്നിട്ടും അച്ഛന് വല്ല ഗുണമുണ്ടായോ? ഇല്ല. അപ്പോൾ ചോദിച്ച് വാങ്ങി ഇതിന് ഗുണമില്ല എന്നുള്ളത് ഞാൻ ഇത് മുഖാന്തരം നിങ്ങളോട് പറയാണ്.
എന്തുകൊണ്ടാണ് ഞാനൊരു ക്രിട്ടിക്കായത്? ഇതേപോലുള്ള അർത്ഥതലങ്ങൾ എൻ്റെ മനസ്സിനെ മതിക്കുമ്പോൾ ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം ഞാൻ അനുഭവിക്കുകയാണ്. അത് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കലാണ് എൻ്റെ ജോലി. നിങ്ങൾക്ക് 10 ഉറുപ്പിക അനുഭവമില്ല, ഞാൻ പറഞ്ഞ വിഷയമല്ലേ. ഞാൻ അർഹമല്ലാത്തത് സമ്പാദിക്കണമില്ല. പക്ഷേ പറയുന്നത് നിങ്ങൾ കേട്ടാൽ അതിന് ഗുണമായിരിക്കും. നിങ്ങൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്ലസ് പോയിൻറ്റിൻ്റെ 1/6 6 എനിക്കും കിട്ടും, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ യാതൊന്നിൽ നിന്ന് ജനങ്ങൾക്ക് പാപത്തെ സൂചിപ്പിക്കുന്ന കീർത്തിയും മഹത്തായ അധർമ്മവും സകലരുടെ വിരോധവും അവസാനമില്ലാത്ത മനോദുഃഖവും സന്താനമെന്നു പേരുള്ളതായ ആത്മാവിൻ്റെ മോഹത്തെ ബലപ്പെടുത്തുന്ന അവനെ അറിവുള്ള ഏതൊരുവൻ ബഹുമാനിക്കും? ആരും ബഹുമാനിക്കില്ല. യാതൊന്നു നിമിത്തം ഗൃഹങ്ങൾ ക്ലേശത്തെ ജനിപ്പിക്കുന്നവ, ദുഃഖങ്ങളെ സ്ഥാനമായിരിക്കുന്നവ, സൽപുത്രനേക്കാൾ കുൽസിതപുത്രനെ ശ്രേഷ്ഠമായി കരുതുന്നു. നല്ല മക്കളേക്കാൾ കുൽസിത മകനെ, അതാണല്ലോ ധൃതരാഷ്ട്രർക്ക് പറ്റിയത്. ദുര്യോധനനെ മൂപ്പരെ വഴിവിട്ട് അടിമപ്പെടില്ലേ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഗൃഹത്തിൽ നിന്ന് നിർവേദം പ്രാപിക്കും. അതായത് പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണിൽ നിന്ന് രക്ഷപ്പെടും. ഗൃഹങ്ങൾ ക്ലേശാസ്പദങ്ങൾ ഇപ്രകാരം നിദ്ര കൂടെ ലഭിക്കാത്തവനും ദുഃഖിച്ച മനസ്സോടുകൂടിയവനുമായ ആ രാജാവ് മഹാസമൃദ്ധിയോടുകൂടിയ ഗൃഹത്തിൽ നിന്ന് അർദ്ധരാത്രി സമയത്തിൽ എഴുന്നേറ്റ് നന്നായി ഉറങ്ങിക്കിടക്കുന്ന വേനമാതാവിനെ ഉപേക്ഷിച്ചിട്ട് ജനങ്ങളാൽ കാണപ്പെടാത്തവനുമായിട്ട് പോയി. അതായത് വാനപ്രസ്ഥം ചെയ്തു എന്നർത്ഥം. അതാണ് കുൽസിത മകനുണ്ടായാൽ വൈരാഗ്യത്തോടു കൂടിയിട്ട് മേം പോവാം. കുട്ടികളില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാനപ്രസ്ഥത്തിന് പോവാം. കാരണം വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സത്യത്തിൽ ഏകാന്തതയിൽ ഈശ്വരനെ ഉപാസിക്കാമെന്ന് അർത്ഥമുള്ളൂ. ഇനി അതിൻ്റെ വിപുലമായിട്ടുള്ള ഭാവാർത്ഥ പറഞ്ഞത് എന്താണ്? ദുഃഖിതനായ രാജാവ് സാമാന്യമായി കുപുത്രനെ നിന്ദിക്കുന്നു. അത് ഏതൊരു അച്ഛനും അത് ചെയ്യാൻ പറ്റുള്ളൂ. ഭാര്യാസ്വീകാരം ചെയ്തിരിക്കുന്നവരിൽ വെച്ച് പുത്രനില്ലാതിരിക്കുന്നവർ ജന്മാന്തരത്തിൽ ഈശ്വരാരാധന ചെയ്തവരാണെന്ന് നിശ്ചയിക്കാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഏതാ പേജ് നമ്പർ 294 294 പുത്രദോഷം. അപ്പോൾ പറഞ്ഞു ജന്മാന്തരത്തിൽ ഈശ്വരാരാധന ചെയ്തവരാണെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിശ്ചയിക്കാം. എന്തുകൊണ്ടെന്നാൽ കുൽസിതപുത്രന്മാർ നിമിത്തം ഉണ്ടാകുന്ന അസഹ്യ ദുഃഖം അവർക്ക് അനുഭവിക്കാതെ കഴിക്കാമല്ലോ. കുൽസിതപുത്രന്മാർ നിമിത്തം ലോകത്തിൽ പിതാക്കന്മാർക്ക് അതിപാപത്തെ സൂചിപ്പിക്കുന്നതായ ദുഷ്കീർത്തി അധികരിക്കുന്നു. ആ പുത്രനിലുള്ള സ്നേഹത്തെ ഉപേക്ഷിപ്പാൻ സാധിക്കാത്തത് കൊണ്ട് മഹത്തായ അധർമ്മം അവരെ ബാധിക്കും. പുത്രസ്നേഹത്തിന് കടിഞ്ഞാണിടാൻ സാധിക്കണം എന്നാണ് പറഞ്ഞത്. എൻ്റെ താല്പര്യം സകല ജനങ്ങളോടും വിരോധം സംഭവിക്കും. തീർത്താൽ തീരാത്തതായ മനോദുഃഖമുണ്ടാകും. ഇങ്ങനെ അനർത്ഥാസ്പദമായ സന്താനലാഭത്തേക്കാൾ പ്രസവിക്കാതിരിക്കുന്നത് തന്നെ ശ്രേഷ്ഠം. സന്താനം എന്നു പേരു മാത്രമല്ലാതെ പിതൃക്കളുടെ ഋണത്തിൽ നിന്ന് മുക്തനാകുവാൻ ഈ പുത്രൻ നിമിത്തം സാധിക്കുകയില്ല. പുത്രൻ എന്നുള്ള മമതയെ ഉപേക്ഷിക്കുവാനും പ്രയാസം. അറിവുള്ള ഏതൊരുവാനെങ്കിലും ഈ വിധമുള്ള പുത്രനെ ബഹുമാനിക്കുമോ? ഇല്ല. കുപുത്രൻ നിമിത്തമുള്ള ദുഃഖം ഏറ്റവും അസഹ്യം തന്നെയാണെന്നാണ് പറഞ്ഞത്. സഹിക്കാൻ പറ്റില്ല. എന്നിട്ടോ സംസാരം തന്നെ ക്ലേശാസ്പദമാകയാൽ കുപുത്രലാഭം സൽപുത്രലാഭത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാം. കാരണം എന്താ? പെട്ടെന്ന്
പിന്നെ എന്താണെന്ന് പറയുക, ഇത് വൈരാഗ്യം വരും. വൈരാഗ്യം വരണം എന്തിനാ? ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം വൈരാഗ്യം. എന്നിട്ട് പറയണു, അതെ, എന്തുകൊണ്ടെന്നാൽ സൽപുത്രനാകുമ്പോൾ അവനിലുള്ള സ്നേഹാതിശയം നിമിത്തം ഈ സംസാരത്തെ വിട്ടുപോകുവാൻ മനസ്സ് വരികയില്ല. സംസാരാസക്തി പരമ്പരയാ ജന്മമരണാദികൾക്ക് കാരണമാകുന്നു. സ്വപുത്രലാഭം വിരക്തിക്ക് കാരണമല്ലാത്തതായി ഇതിനാൽ സ്വപുത്രൻ നിമിത്തം സംസാരം അവസാനിക്കുകയില്ല. കുപുത്രനായാലോ അങ്ങനെയല്ല. അവൻ നിമിത്തമുള്ള ദുഃഖം അത്യന്തം അസഹ്യമായി വരുമ്പോൾ സംസാരത്തെ വിട്ടുപോവാൻ മനസ്സ് സമ്മതിക്കും. പക്ഷേ നിരന്തരം ഈശ്വരോപാസന ചെയ്തവർ, ഈശ്വരൻ്റെ എന്താണെന്നാ പറയുക, സർവവ്യാപിത്വവും സർവജ്ഞത്വവും മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എത്ര നല്ല മക്കളാണെങ്കിലും അവരോട് വിദ്വേഷം കാണിക്കാതെ കണ്ടന്നെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തും കൊണ്ട് ഡ്യൂട്ടി ബൗണ്ടഡ്നെസ് എന്ന് പറയും, ഡ്യൂട്ടി അതൊക്കെ ചെയ്താൽ, കടമയും കടപ്പാടുകളൊക്കെ നിറവേറ്റിയാൽ മനസ്സ് ഫ്രീ ആക്കാൻ പറ്റും. അതോടുകൂടി വിരക്തിക്കുറപ്പും വരും. അങ്ങനെ ക്രമത്തിൽ മുക്തനാകുവാൻ സാധിക്കും. അതിനാൽ സൽപുത്രലാഭത്തെക്കാൾ ശ്രേഷ്ഠം ദുഷ്പുത്രലാഭം തന്നെ എന്നിങ്ങനെ ആലോചിച്ച ആ രാജാവ് ഗൃഹസ്ഥാശ്രമത്തിൽ കേവലം വെറുപ്പോടുകൂടിയിരിക്കുന്നതിനാൽ നിദ്രാസുഖം പോലും ഇല്ലാത്തതായി ഒരു നാൾ അർദ്ധരാത്രി എഴുന്നേറ്റു. ദൃഢമായി ഉറങ്ങിക്കിടക്കുന്ന വേനമാതാവിനെ ഉപേക്ഷിച്ച് പരിചാരകന്മാർ ആരും അറിയാത്ത വിധത്തിൽ സകല സമൃദ്ധികളുമുള്ള രാജധാനിയെ ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ സർവ സമൃദ്ധികളുള്ള രാജധാനി ഇതൊക്കെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വൈരാഗ്യം വരണം. മനസ്സിലായില്ലേ? അടുത്ത ശ്ലോകം 48. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാ പുരോഹിതാ മാതൃസുഹൃദ്ഗണാദയാം വിജിക്കുരുർവ്യാം മതിശോകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിന. വളരെ അർത്ഥവത്തായിട്ടുള്ള ശ്ലോകമാണ്. എന്താ പറഞ്ഞത്? പുരോഹിതന്മാർ, അതായത് പൗരോഹിത്യം ചെയ്യുന്നവരും മന്ത്രിമാർ, അതാണ് അമാത്യന്മാരെന്ന് പറയുന്നത്. സുഹൃത്തുക്കൾ മുതലായ പ്രജകൾ വൈരാഗ്യത്താൽ പുറപ്പെട്ടു പോയിരിക്കുന്ന രാജാവിനെ അറിഞ്ഞിട്ട് അതിദുഃഖത്താൽ പീഡിതന്മാരായിട്ട് അന്തര്യാമിയായ ആത്മാവിനെ കുൽസിതന്മാരായ യോഗികൾ എന്ന പോലെ ഭൂമിയിൽ തിരഞ്ഞു. അതായത് ദുഃഖം വരുമ്പോൾ തിരഞ്ഞാൽ കിട്ടില്ല. ആരേനെ? ഈശ്വരനെ. സന്തോഷിച്ചിരിക്കുമ്പോൾ അറിയണം നമ്മുടെ ഉള്ളിലാണ് അന്തര്യാമിയായിട്ട് ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഒരു എന്താണെന്ന് പറയുക, യജ്ഞവേദിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഓഫ് ഡൈമെൻഷൻസ് ഓഫ് ദെയർ ഓൺ തോട്ട്സ്, എന്താണ് അവരുടെ ആലോചനാ ശക്തിയിലുണ്ടാവുന്ന വ്യതിയാനം, എത്ര മിടുക്കന്മാരായിത്തീരും അവർ. പക്ഷേ ദക്ഷിണഗ്രാഹികളായിട്ടുള്ള ആചാര്യന്മാർ സത്യം വിളിച്ച് പറയണില്ല. അവിടെയാണ് സങ്കടം. അപ്പോൾ അന്തര്യാമായ ആത്മാവിനെ കുൽസിതന്മാരായ യോഗികൾ എന്ന പോലെ ഭൂമിയിൽ തിരഞ്ഞു. ഭൂമിയിൽ തിരിഞ്ഞ് എങ്ങനെ കിട്ടുക? കല്ലിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ളത് അത് ആർക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ? പ്രഹ്ലാദന് അല്ലേ? നമ്മൾ എത്രയോ സപ്താഹങ്ങൾ നടത്തിയില്ലേ? നമുക്ക് എന്തുകൊണ്ടും മനസ്സിലാവില്ല. കാരണം നമ്മൾ അതിനുള്ള യോഗം ചെയ്തിട്ടില്ല, കൊടുത്തു വെച്ചിട്ടില്ല. ഈ പറയുന്ന സംസാര നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നമസ്കരിക്കണം. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു അഹങ്കാരവുമില്ല. എന്തൊരഹങ്കാരം? അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്.
ആചാര്യന്മാർ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ മുതലായ പ്രജകൾ രാജാവ് വിരക്തനായിട്ട് രാജ്യം വിട്ടുപോയത് അറിഞ്ഞപ്പോൾ അതിദുഃഖിതന്മാരായി ഭവിച്ചു. കാരണം എന്താ? അവർ വിജ്ഞാനികളല്ല. അതുകൊണ്ടാണ് ദുഃഖിതന്മാരായി ഭവിച്ചത്. വിജ്ഞാനം ഇല്ലാതായി. വിജ്ഞാനം ഉണ്ടെങ്കിൽ അവരും പോവും ശരിക്ക്. അതാണ് രാമായണത്തിൽ 14 വർഷം വനവാസം ചെയ്യണമെന്ന് ശ്രീരാമന് ഒരു വരം കിട്ടിയില്ലേ? വരം അത് അച്ഛൻ പറഞ്ഞിട്ടേ. അപ്പോൾ എല്ലാവരും തയ്യാറായി പോവാൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെ മോക്ഷം കിട്ടി എങ്ങനെ ശരിയാവുക? ബാക്കി കഥകളൊക്കെ അല്ലേ അവിടെ, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു പറഞ്ഞു തന്നെ. ഭഗവാന്റെ മായയിൽ അവർ പിന്നെയും മടങ്ങി അവിടെ തന്നെ ഇരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ പറഞ്ഞു, വിഷയാസക്തിക്ക് അധീനന്മാരായ യോഗികളിലും പലതരമുണ്ട്. വിഷയാസക്തി ഇല്ലാത്തവരുണ്ട്, വിഷയാസക്തി ഉള്ളവർ. അവരെ അന്തര്യാമിയായ പരമാത്മാവിനെ ബാഹ്യലോകത്തിൽ തിരിയുന്നത് പോലെ ഭൂമിയിൽ പലയിടത്തും രാജാവിനെ കണ്ടുപിടിക്കുവാനായി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അന്വേഷണം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ശ്ലോകം 46. അലക്ഷയന്ത പദവീം പ്രജാപതേർ ഹതോദ്യമാ പ്രത്യുപസൃത്യ തേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യ സാശ്രവോ നിവേദയൻ പൗരവഭർതൃവിപ്ലവം. അതായത് രാജാവിൻ്റെ മാർഗത്തെ കാണാത്തവരും, അതായത് വിരക്തി വരാത്തവരെന്നർത്ഥം. ഇവിടെ മാർഗത്തെ കാണാത്തവരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിരക്തി വരാത്ത അവസ്ഥ. നിഷ്ഫല പ്രയത്നന്മാരുമായ അല്ലേ? അതായത് എത്ര കാലം തിങ്കൾ ഭജനത്തിന് ഗുരുവായൂർ പോയി, ഗുരുവായൂർ ഉത്സവത്തിന് പോണു, അവിടുത്തെ എന്താ പറയുക, ഇല്ലം നിറ പുത്തിരിക്ക് പോണു, എല്ലാ വിശേഷങ്ങൾക്കും ഗുരുവായൂർ പോയി വരുന്നുണ്ട്. മനസ്സമാധാനമില്ല. എന്നാ വിരക്തി വരുന്നുണ്ടോ? ഇല്ലേ. എന്നാ വിരക്തി വരുന്നവരെ ബഹുമാനിക്കുകയോ? അതുമില്ല. നമ്മളെ ചവിട്ടിത്തേക്കും. ഇയാളുടെ ഒരു ഭാഗവതും. അത് കേൾക്കുമ്പോഴാണ് രസം. കാരണം എന്താ? അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോ അല്ല താല്പര്യം, രക്ഷപ്പെടേണ്ടെന്ന് തന്നെയാണ് താല്പര്യം. അതുകൊണ്ടാണ് നിഷ്ഫല പ്രയത്നന്മാരുമായ അവർ പുരിയെ വീണ്ടും പ്രാപിച്ചിട്ട്, അവരുടെ വീടുകളെ പ്രാപിച്ചിട്ട് അശ്രുക്കളോട് കൂടിയവരായിട്ട്, അതാണ് ദുഃഖിക്കണമെങ്കിലും ഭാഗ്യം ചെയ്യണം. ദുഃഖിക്കാനുള്ള സന്ദർഭം വരുമ്പോൾ ദുഃഖിക്കാതെ കൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? വിജ്ഞാനം വേണം. അപ്പോൾ കൂടിയവരായിട്ട് സംഘം ചേർന്നിരിക്കുന്ന ഋഷികളെ നമസ്കരിച്ചിട്ട്, ഹേ വിദുര, ഭർത്താവിൻ്റെ അദർശനത്തെക്കുറിച്ച്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാജാവാണ് ഭർത്താവ്. അത് എന്തോ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വാക്ക് തെറ്റായിട്ട് എന്നെ കൊണ്ട് ഭഗവാൻ ഉച്ചരിപ്പിച്ചു. രാജാവിൻ്റെ സന്ദർശനമില്ലായ്മ നിവേദിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായത്, നിങ്ങൾ വേണ്ടത് ഔചിത്യം ചെയ്യണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറഞ്ഞത്. അല്ലയോ വിദുര, രാജാവ് പോയിരിക്കുന്ന മാർഗത്തെ അറിവാൻ സാധിക്കാത്തതിനാൽ പരിശ്രമം നിഷ്ഫലമായി ഭവിച്ചപ്പോൾ, എല്ലാ പരിശ്രമം നടന്നോളന്നില്ല പറഞ്ഞ പക്ഷേയില്ലേ, പരിശ്രമം നിഷ്ഫലമായി ഭവിച്ചപ്പോൾ മന്ത്രിമാർ മുതലായ പ്രജകൾ മടങ്ങി രാജ്യത്തിൽ വന്ന് രാജരക്ഷ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ചിന്തയോടുകൂടെ സംഘം ചേർന്നിരിക്കുന്ന മഹർഷിമാരുടെ സമീപത്തിൽ ചെന്ന് കണ്ണീരോടുകൂടി നമസ്കരിച്ച ശേഷം രാജാവിനെ എങ്ങും കണ്ടുകിട്ടിയില്ലെന്നുള്ള വിവരം ഉണർത്തിച്ചു. അങ്ങനെയാണ് ആ അധ്യായം അവിടെ കഴിയുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമനിരൂപണേ തത്തേതു നിരൂപണം നാമ ത്രയോദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
ഇന്ന് തീയതി 28/6, അല്ല ഇന്ന് 28ആയില്ല, 27 ഉള്ളൂ അല്ലേ? അതെ, ഇന്ന് 27 ഉള്ളൂ. 6/25 ഇന്ന് എന്താഴ്ച? വെള്ളി. അതെ. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ നിർത്താം, ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. 30 മിനിറ്റ് ആവുകയും ചെയ്തു. ശ്രീഹരിയുടെ, നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീഹരിയുടെ കഥകളാണല്ലോ. ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.